കലാകാരനാണ്. അതിനെ ആദ്യം തന്നെ അതിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ നേരമ്പോക്ക് നിവാസികളോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും ഞാൻ അറിയിക്കുന്നു. ചിലപ്പം മാറ്റി ചിന്തിക്കേണ്ട വരും. നിരീക്ഷ് അതിനെ പരിഭവപ്പെടാതെ തന്നെ അത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഈ വേദിയിൽ വെച്ച് ഞാനൊരു അഡ്വാൻസ് നൽകിയ, ഒരു കഥയും കേൾക്കാത്ത അല്ലെ ഒരു തീരുമാനവും എടുക്കാത്ത ഒരു സിനിമയ്ക്ക്, രാകേഷ് നാരായണൻ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ സിനിമയ്ക്ക് ഒരു അഡ്വാൻസ് നൽകിയാൽ രാകേഷ് നാരായണൻ സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നാട്ടുകാരെയും നേരമ്പോക്കുകാരെയും ഈ ക്ഷേത്രത്തെയും ഈ പരിസരത്തെയും ഈ ഒരു തണുത്ത സന്ദർഭത്തെയും സാക്ഷ്യം നിർത്തി രാകേഷ് നാരായണന് ഞാൻ എൻ്റെ അടുത്ത സിനിമയുടെ അഡ്വാൻസ് നൽകുകയാണ്. ഈ നേരമ്പോക്ക് ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2008 കാലഘട്ടത്തിലാണ് മുഴക്കുത്ത് വിവേകിനെ ഞാൻ പരിചയപ്പെടുന്നത്. ആ സൗഹൃദം, ഞാൻ ആ കുടുംബത്തിലെ ഒരു അംഗമായി, വിവേകിൻ്റെ കണ്ണൂരിലുള്ള സുഹൃത്തുക്കളുടെ ഒരു സുഹൃത്തായി പലതവണ മുഴക്കുന്നും നേരമ്പോക്കും കണ്ണൂരും ഒക്കെയായി വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഒരു സിനിമാക്കാരായിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒന്നും ഒരു ചർച്ച പോലും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. ആ നല്ല സൗഹൃദം എപ്പോഴോ ഞങ്ങളുടെ ഇടയിലേക്ക് സംവിധായകനായ രാകേഷ് നാരായണനെത്തി. ശേഷം സിനിമ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന രാകേഷ് നാരായണൻ പല സിനിമകളുടെ അനുഭവങ്ങളും പല സിനിമകളുടെ കഥകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾക്കതൊരു സിനിമ ചെയ്യാൻ, എന്നെ സംബന്ധിച്ചൊരു സിനിമ ചെയ്യാൻ അതൊരു ഇൻസ്പിറേഷനായി. എൻ്റെ സുഹൃത്ത് വിവേകിനോട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചു. രാകേഷ് ചേട്ടൻ എങ്ങനെയാണ് സിനിമ ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ വിവേകിൻ്റെ അഭിപ്രായം സ്വീകരിക്കുന്നു, അങ്ങനെ ഒരു പടം ചെയ്താലോ എന്ന് ഞങ്ങൾ ആലോചന തുടങ്ങിയിട്ട്, ഞാനും വിവേകും തമ്മിൽ ആലോചന തുടങ്ങിയിട്ട് എൻ്റെ 6 വർഷത്തോളമായി. ഒരു രാത്രി വിവേകിൻ്റെ ഫോൺ, അതിനോട് നമ്മളൊരു സിനിമ ചെയ്യുന്നു, രാകേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്നു, അത് നമ്മളത് തീരുമാനിക്കുകയാണ്. ഒറ്റക്കോട് ഫോൺ കട്ട് ചെയ്യുന്നു. വിവേക് പറഞ്ഞു, ഞാനും കേട്ടു. രാകേഷ് ചേട്ടന് കഥ പറയുന്നു, സംസാരിക്കുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ രാകേഷ് നാരായണനുള്ള ഞാൻ രാകേഷ് നാരായണനോടും വിവേകിനോടും അല്ലെങ്കിൽ ഇതിലെ നായകൻ നിതീഷിനോടും ഈ സിനിമയുടെ ഓരോ അണിയറ പ്രവർത്തകരെയും ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അതിന് തക്കതായ നിലയിൽ ഈ സിനിമ ലോകമെമ്പാടും എത്തിക്കാൻ, ലോകത്തിൻ്റെ എല്ലാ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഇതുവരെ അയച്ച എല്ലാ അവാർഡുകളിലും ഏറ്റവും മികച്ച സിനിമയായി ഈ സിനിമ, ഏറ്റവും മികച്ച സിനിമ എന്ന നിലയിൽ ഈ സിനിമ അംഗീകാരങ്ങൾ കരസ്ഥമാക്കുമ്പോൾ സിനിമയ്ക്ക് മാത്രമല്ല, ഏറ്റവും മികച്ച സംവിധായകൻ, ഏറ്റവും മികച്ച ഛായാഗ്രാഹകൻ, അങ്ങനെ തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ഈ സിനിമ നേടിയെടുക്കുമ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ഭാഗ്യം ഈ നേരമ്പോക്കുകാരൻ എനിക്ക് തന്നത് അതിയായ സന്തോഷം. അതുകൊണ്ട് തന്നെ നേരമ്പോക്ക് ഗ്രാമത്തോടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും രാജേഷ് ചേട്ടൻ, അതുപോലെ തന്നെ ബൈസ് ചേട്ടൻ, ഇതിലെ നായകൻ നിതീഷ്, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഒപ്പം എനിക്കിന്ന് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, എനിക്ക് എൻ്റെയൊക്കെ കുഞ്ഞുനാളിലെ ഒരു നമ്മളുടെ സുഹൃത്തിൻ്റെ സഹോദരിയുടെ കല്യാണത്തിനൊക്കെ തലേ ദിവസം വൈകിട്ട് പങ്കെടുക്കുന്ന ഒരു ഫീലാണ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ നാട്ടിലൊക്കെ ഇങ്ങനൊരു കൂട്ടായ്മയും, എൻ്റെ നാട് എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. അപ്പോൾ ഒരുപക്ഷെ എന്തുകൊണ്ടാണ് അതൊക്കെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും സ്നേഹവും ഇത്രയും ആൾക്കാരുടെ ഒരു കൂട്ടായ്മയും അല്ലെങ്കിൽ ഒരു സഹകരണവും ഒക്കെ കാണുമ്പോൾ ഞാൻ എല്ലാവരോടും എനിക്ക് എന്താണ് പറയുക, സ്നേഹമാണ്. ഈ സ്നേഹം ഈ നാട്ടുകാരനായി തന്നെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാടും
ഈ നാട് നേരം പോക്കും എൻ്റെ നാടാകണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചേർന്ന് നിന്ന് തന്നെ ഇനിയും നിരവധി സിനിമകൾ ചെയ്യാൻ എനിക്ക് കഴിയണം. ഇനിയൊരു സിനിമ ഞാൻ ചെയ്യാൻ കഴിഞ്ഞാൽ അതും രാകേഷ് നാരായണൻ തന്നെ സംവിധാനം ചെയ്യണം. അതിലെ വരികൾ വിവേക് മുഴക്കുന്ന തന്നെ എഴുതണം. നിതീഷും അതിൽ അഭിനയിക്കണം എന്നേ പറയുന്നുള്ളൂ, നായകനാകണമെന്ന് പറയുന്നില്ല. കാരണം ഒരു സിനിമ എപ്പോഴും ഇനിയും ഞങ്ങൾക്ക് കച്ചവടമാണ്. ഈ സിനിമ കച്ചവടമല്ലായിരുന്നു, അതൊരു മൂല്യമുള്ളൊരു സിനിമയായിരുന്നു. നിതീഷ് മൂല്യമില്ലാത്ത നടനമല്ല, തരക്കേടില്ലാത്ത നടനാണ്. പക്ഷെ ഒരു നായക കഥാപാത്രത്തിലേക്ക് എത്തുമ്പോൾ ഇനിയൊരു ബിസിനസ് രീതിയിൽ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ മാറ്റി ചിന്തിക്കേണ്ടി വരും. നിതീഷ് അതിനെ പരിഭവപ്പെടാതെ തന്നെ അത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഈ വേദിയിൽ വെച്ച് ഞാനൊരു അഡ്വാൻസ് നൽകിയ, ഒരു കഥയും കേൾക്കാത്ത അല്ലെ ഒരു തീരുമാനവും എടുക്കാത്ത ഒരു സിനിമയ്ക്ക്, രാകേഷ് നാരായണൻ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ സിനിമയ്ക്ക് ഒരു അഡ്വാൻസ് നൽകിയാൽ രാകേഷ് നാരായണൻ സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഈ നാട്ടുകാരെയും നേരമ്പോക്കുകാരെയും ഈ ക്ഷേത്രത്തെയും ഈ പരിസരത്തെയും ഈ ഒരു തണുത്ത സന്ദർഭത്തെയും സാക്ഷ്യം നിർത്തി രാകേഷ് നാരായണന് ഞാൻ എൻ്റെ അടുത്ത സിനിമയുടെ അഡ്വാൻസ് നൽകുകയാണ്.